ഹലോ സ്റ്റുഡൻസ്, മാർക്കറ്റിംഗിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇ-കോമേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ള ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം. ഓക്കെ, EPS ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. The e-payment system is always a way of making a transaction or paying for goods and services through an electronic medium without the use of a check or cash. It is also called online payment system. E-payment അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേയ്മെന്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഓൺലൈനിലൂടെ ട്രാൻസാക്ഷൻസ് നടത്തുക. നമ്മൾ ഒരു സർട്ടൈൻ എമൗണ്ട് ഗുഡ്സോ സർവീസസോ വാങ്ങുന്നതിന് എമൗണ്ട് കൊടുക്കുക, പേ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പേയ്മെന്റ് സിസ്റ്റം, ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ ക്യാഷോ ചെക്കോ യൂസ് ചെയ്യാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ നടത്തുന്നത്. നമ്മൾ ഇലക്ട്രോണിക്കലി എന്ത് ചെയ്യാണ്, ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാണ്, മണി ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം എന്നും കൂടി പറയുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് ഒരുപാട് ഈ പേയ്മെന്റ് ഉണ്ട് അല്ലെ. നമ്മൾ ഇപ്പോൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ATM സ്വൈപ്പ് ചെയ്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് കൊടുക്കും. അല്ലെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് കൊടുക്കാറുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട് എമൗണ്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അതാണ് പറയുന്നത്. ഇനി അതിൽ വരുന്ന ടൈപ്സ്, ഏതൊക്കെ ടൈപ്സ് ആണ് ഈ പേയ്മെന്റ് സിസ്റ്റത്തിൽ ഉള്ളതെന്നാണ് പറയുന്നത്. ഏതൊക്കെ തരത്തിൽ ഈ പേയ്മെന്റ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ വരുന്ന ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, EFT, ഇങ്ങനെ ഷോർട്ട് ഫോമിലൊക്കെ ചോദിക്കാം കേട്ടോ, ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് മണി ഓർ പ്രോസസിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താൻ, മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് എന്താ, കമ്പ്യൂട്ടർ ബേസ്ഡ് ഉള്ള സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. അതായത് ഇവിടെ ഫണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, മണി ട്രാൻസ്ഫർ ചെയ്യുന്നത്. EFT is defined as any transfer of fund initiated through an electronic terminal, telephonic instrument or computer so as to order, instruct or authorize a financial institution to debit or credit an account. അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാണ്, ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ്, അതായത് എമൗണ്ട് കൊടുക്കുക അല്ലെങ്കിൽ എമൗണ്ട് വാങ്ങുക വേറൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇലക്ട്രോണിക്കലായിട്ട്, അത് ഇൻസ്ട്രുമെന്റ്, ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട്, കമ്പ്യൂട്ടറോ ടെലിഫോണിക് ഇൻസ്ട്രുമെന്റോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് എന്താണ്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഓഫ് മണി ഓവർ ആൻ ഓൺലൈൻ നെറ്റ്വർക്ക്, ഓൺലൈൻ നെറ്റ്വർക്കിലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്യാഷ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഈ പേയ്മെന്റ് സിസ്റ്റം രണ്ട് തരമാണ്. അതിൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറും ക്യാഷും. ഇനി ക്യാഷ്, ഇലക്ട്രോണിക് ക്യാഷ് എന്താണെന്ന് നോക്കാം. Electronic cash, e-cash is a computer generated internet based system that allows the fund to be transferred and item to be purchased by credit card, check or by money order, providing secure and private online transaction processing. അതായത് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടുള്ള തന്നെയാണ്. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തും കൊണ്ടോ അല്ലെങ്കിൽ മണി ഓർഡർ എന്തെങ്കിലും ഉപയോഗിച്ചും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ പ്രൈവറ്റ് ഓൺലൈൻ ട്രാൻസാക്ഷൻ, ഇത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ മണി പ്രൊഡക്റ്റ് ദാറ്റ് പ്രൊവൈഡ് എ വേ ടു പേ ഫോർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് വിത്തൗട്ട് റിസോർട്ടിങ് ടു പേപ്പർ ഓർ കോയിൻ കറൻസി. അതായത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മണിയാണ്. ഓക്കെ, ഡിജിറ്റൽ മണിയാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ പ്രൊഡക്റ്റ് സർവീസ് വാങ്ങുന്നതിന് നമ്മളിവിടെ പേപ്പർ അല്ലെങ്കിൽ കോയിൻ കറൻസികൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ യൂസ് ചെയ്യണില്ല. ഇവിടെ നമ്മൾ ഇലക്ട്രോണിക്കലി ഡിജിറ്റൽ മണിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ക്യാഷിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ്. ഇനി അടുത്തത്, ഇപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് പേയ്മെന്റ് സിസ്റ്റം ആണ് പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഒരു പേയ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് എന്നുള്ള
എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഈ പേയ്മെന്റ് സിസ്റ്റത്തിന് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ വരുന്ന പ്രോപ്പർട്ടീസ് ആണ്, ചില പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് ആസിഡ് ടെസ്റ്റും ICS ടെസ്റ്റും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരു രണ്ട് തരത്തിലായിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, പ്രോപ്പർട്ടീസ് ഓഫ് ഈ പേയ്മെന്റ് സിസ്റ്റത്തിനെ. ആസിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോന്നും ഓരോ A എന്ന് പറയുന്നത് എന്താണ് ആറ്റോമിസിറ്റി എന്നുള്ളതിനാണ് എന്ത് ചെയ്യണം ഡിനോട്ട് ചെയ്യുന്നത്. C എന്ന് പറഞ്ഞ കൺസിസ്റ്റൻസി, I എന്ന് പറഞ്ഞ ഐസൊലേഷൻ, D പറഞ്ഞ ഡ്യൂറബിലിറ്റി. അങ്ങനെ ഓരോ ലെറ്റർ ഓരോന്നിനും ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ആറ്റോമിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this test says that a transaction must occur completely or not at all. അതായത് ഈ ഒരു ഇത് എന്ത് ടെസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടീസ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ആറ്റോമിസിറ്റി ടെസ്റ്റ് വരുന്നത്. ഓക്കെ, അടുത്തത് പറയുന്നത് കൺസിസ്റ്റൻസി ആണ്. ഓൾ പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ ദ ട്രാൻസാക്ഷൻ പ്രോസസ് മസ്റ്റ് എഗ്രി ടു ദി എക്സ്ചേഞ്ച്. അതായത് കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ പാർട്ടീസും എക്സ്ചേഞ്ച് ചെയ്യാൻ അവർ എഗ്രി ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് ഐസൊലേഷൻ ആണ്. ഈച്ച് ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ഇൻഡിപെൻഡന്റ് ഓഫ് എനി അതർ ട്രാൻസാക്ഷൻ. അതായത് ഓരോ ട്രാൻസാക്ഷനും ഇൻഡിപെൻഡന്റ് ആയിരിക്കും മറ്റുള്ളതെന്നാണ് പറയുന്നത്. ഒരുമിച്ചിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും ഈ ഓൺലൈനിൽ ഉണ്ടാവുക. ഓരോന്നും ഓരോ തരത്തിലാണ് നമ്മൾ അതായത് ഓരോ ട്രാൻസാക്ഷനും ഇൻഡിപെൻഡന്റ് ആയിട്ട് യൂണിക് ആയിട്ട് എന്തുണ്ടായിരിക്കും, വ്യത്യസ്തമായിട്ടായിരിക്കണം നമ്മൾ ഓൺലൈനിൽ നടത്തേണ്ടത്. അടുത്ത ഡ്യൂറബിലിറ്റി ആണ്. ഇറ്റ് മസ്റ്റ് ബി ഓൾവേസ് പോസിബിൾ ടു റിക്കവർ ദ ലാസ്റ്റ് കൺസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓർ റിവേഴ്സ് ദ ഫാക്ട് ഓഫ് എക്സ്ചേഞ്ച്. അതായത് ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് നടത്തിയ ട്രാൻസാക്ഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും, റിക്കവർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഡ്യൂറബിലിറ്റിയിൽ പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ICS ടെസ്റ്റ് ആണ്. ICS ഇപ്പൊ നമ്മൾ പറഞ്ഞത് ACID ടെസ്റ്റ് ആണ്. ഇനി ICS ടെസ്റ്റ്, ഇതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. അതിൽ ഓരോ ടേംസ് ഓരോ ഓരോ പോയിന്റ് ആയിട്ട് എടുത്താൽ മതി. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപ്രറ്റബിലിറ്റി ആണ്, C എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ആണ്, E എന്ന് പറഞ്ഞാൽ എക്കണോമി, S പറഞ്ഞാൽ സ്കാലബിലിറ്റി. അതിൽ ഫസ്റ്റത്തെ ഇന്റർപ്രറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കാം. ദിസ് റെഫേഴ്സ് ടു ദി എബിലിറ്റി ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ ഡിഫറെന്റ് സിസ്റ്റം ഓഫ് ഇ പേയ്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമുക്കത് വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക് ചെയ്തിട്ട് നമുക്ക് പോരാൻ പറ്റും. നമ്മളുടെ ക്യാഷ് ഒന്നും നമ്മളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യില്ല, പോവില്ല. അതാണ് അവിടെ പറയുന്നത്. നമുക്ക് വേറെ ഒരു ഇ പേയ്മെന്റ്, നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇ പേയ്മെന്റ് സിസ്റ്റം ചെയ്യുമ്പോൾ അതൊന്ന് ബാക്കിലേക്ക് പോന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഇ പേയ്മെന്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ട് നടത്താനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റത്തിൽ. അടുത്തത് കൺസർവേഷൻ ആണ്. ദിസ് മീൻസ് ഹൗ വെൽ മണി ഹോൾഡ് ഇറ്റ്സ് വാല്യൂ ഓവർ ടൈം. അതായത് കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മണി ഹോൾഡ് ചെയ്യുക, അതിന്റെ വാല്യൂ ഓഫ് ടൈം വരെ നമ്മൾ എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളതാണ് കൺസർവേഷനിൽ പറയുന്നത്. എക്കണോമി ആണ്. ദിസ് മീൻസ് ദ ട്രാൻസാക്ഷൻ ഷുഡ് ബി ഇൻഎക്സ്പെൻസീവ് ആൻഡ് അഫോർഡബിൾ. അതായത് നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിൽ ഒരുപാട് വലിയ ചാർജോ അതൊന്നും വരുന്നില്ല. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് എക്കണോമി ആണ്. അതായത് എക്കണോമിയാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് സ്കാലബിലിറ്റി ആണ്. ദിസ് ഈസ് ദ എബിലിറ്റി ഓഫ് ദി സിസ്റ്റം ടു ഹാൻഡിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് അറ്റ് ദി സെയിം ടൈം. അതായത് സെയിം ടൈമിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ സിസ്റ്റം യൂസ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓൺലൈൻ പേയ്മെന്റ് നടത്താൻ കഴിയുന്നുണ്ട്. ഓക്കെ, അതൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അതാണ് ഇന്റർപ്രറ്റബിലിറ്റി, കൺസർവേഷൻ, എക്കണോമി ആൻഡ് സ്കാലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ACID ടെസ്റ്റും ICS ടെസ്റ്റും ആണ് പറഞ്ഞത്. ഇനി ഇ പേയ്മെന്റ് മീഡിയ ആണ്. എന്തൊക്കെയാ ഇ പേയ്മെന്റ്സ് ആണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ ടൈപ്സ് ഓഫ് ഇ പേയ്മെന്റ് പറഞ്ഞു. ഇനി ഇ പേയ്മെന്റ് മീഡിയ. ഈ പേയ്മെന്റ് മീഡിയ ഏതൊക്കെ വഴിയാണ് ഈ പേയ്മെന്റ് നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം പറയുന്നത് ക്രെഡിറ്റ് കാർഡ് ആണ്. ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയുന്നത് എന്താണ്, a credit card is issued by a financial organization
gives the holder an option to borrow fund usually at the point of sales. അതായത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, ഹോൾഡർക്ക്, അവിടെയുള്ള ഒരു ഹോൾഡർക്ക് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. അവർക്ക് ഫണ്ട് ബോറോ ചെയ്യാൻ, അവർക്ക് കടത്തിന് എന്ത് ചെയ്യാം, സാധനങ്ങൾ വാങ്ങാനായിട്ടാണ്. അതായത് ഒരു സെർട്ടൈൻ എമൗണ്ട് എന്ത് ചെയ്യും, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ക്രെഡിറ്റ് കാർഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അത് വെച്ചും കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അവർക്ക് സാധനങ്ങൾ ബൈ ചെയ്യാവുന്നതാണ്. അതായത് അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത സിറ്റുവേഷനിലാണ് ക്രെഡിറ്റ് കാർഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ദ ക്രെഡിറ്റ് കാർഡ് ഹാസ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് യൂഷ്വലി യൂസ്ഡ് ഫോർ ഷോർട്ട് ടേം ഫിനാൻസിങ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. ഷോർട്ട് ടേം ഫിനാൻസിന് വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അണ്ടർ എ ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ദ ബാങ്ക് ക്രെഡിറ്റ് ദ അക്കൗണ്ട് ഓഫ് ദി മെർച്ചന്റ് വെൻ ദി ആക്ച്വൽ പർച്ചേസ് മെയ്ഡ്. അതായത് ബാങ്ക് ക്രെഡിറ്റ് കാർഡിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ നമുക്ക് ക്യാഷ് വേണ്ടത് വെച്ചാൽ ആ ഒരു എമൗണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര വേണ്ടിച്ചാൽ അത് എന്ത് ചെയ്യും, ആ ബാങ്ക് പ്രൊവൈഡ് ചെയ്യും ആ ഒരു എമൗണ്ട് എന്ന് പറയണം. കാർഡ് ഹോൾഡർ ഇൻ ടേൺ പേസ് ദി എമൗണ്ട് ടു ദി ബാങ്ക് എയ്തർ ഫുൾഫിൽ ഓർ ഇൻസ്റ്റാൾമെന്റ് അലോങ് വിത്ത് ദി സം സോർട്ട് ഓഫ് ഇൻട്രസ്റ്റ്. അതിനുശേഷം നമ്മൾ എമൗണ്ട് ഒക്കെ നമ്മുടെ കയ്യിലില്ല, നമ്മൾ എമൗണ്ട് ആവശ്യം വരുമ്പോൾ നമ്മൾ ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിനു വേണ്ടി വിഡ്രോ ചെയ്യുന്നു എമൗണ്ട്. നമ്മൾ പർട്ടിക്കുലർ പീരീഡിൽ കഴിയാറാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിന് എന്ത് ചെയ്യണം, ആ മുഴുവൻ എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യണം, അതിന്റെ ഇൻട്രസ്റ്റും അടയ്ക്കണം എന്നാണ് പറയുന്നത്. ദിസ് ഇൻട്രസ്റ്റ് ചാർജസ്, ഈ ഇൻട്രസ്റ്റിനെ, അതായത് ഈ ക്രെഡിറ്റ് കാർഡിൽ യൂസ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനെ പറയുന്നത് ക്യാരിങ് ചാർജസ് എന്നാണ്. അത് നമ്മൾ ആ ഒരു ക്രെഡിറ്റ് കാർഡ് ക്യാരി ചെയ്യാനുള്ള ചാർജ് ആയിട്ടാണ് ആ ഒരു ഇൻട്രസ്റ്റിനെ കാണുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ക്രെഡിറ്റ് കാർഡ്. അതായത് ഒരു പ്ലാസ്റ്റിക് കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. പ്ലാസ്റ്റിക് കാർഡ് ഇഷ്യൂഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അലോയിങ് ദി ഹോൾഡർ ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ ക്രെഡിറ്റ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് അവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കാർഡിനെയാണ് എന്ത് പറയുന്നത്, ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അടുത്ത ഡെബിറ്റ് കാർഡാണ്. ഡെബിറ്റ് കാർഡ് നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ട് എല്ലാവരുടെ കയ്യിലും കാണുന്നതാണ് അല്ലെ. അതായത് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെബിറ്റ് കാർഡ് ഇലക്ട്രോണിക് ബാങ്ക് കാർഡ് യൂസ്ഡ് ഇൻ ക്യാഷ് ട്രാൻസാക്ഷൻ ബട്ട് വിച്ച് ഈസ് നോട്ട് ക്രെഡിറ്റ് കാർഡ്. അതായത് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ എന്താണ്, ഇലക്ട്രോണിക് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഈ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാർഡാണ് ക്യാഷ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട്. ഇതൊരു ക്രെഡിറ്റ് കാർഡ് അല്ല എന്നാ പറയുന്നത്. കാരണം ഇവിടെ കടത്തിനല്ല, നമ്മൾ ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുക. ഇൻ എ ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ദ എമൗണ്ട് ഓഫ് a purchase is withdraw from the value available balance in the card holder അക്കൗണ്ട്. അതായത് കാർഡ് ഹോൾഡറുടെ അക്കൗണ്ടിലുള്ള എമൗണ്ട് അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് എത്രയാണോ അത് എത്ര വേണമെങ്കിൽ അവർക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ വിഡ്രോ ചെയ്യാവുന്നതാണെന്ന് പറയുന്നത്. ഇഫ് ദ അവൈലബിൾ ഫണ്ട് ആർ ഇൻസഫിഷ്യന്റ് ദ ട്രാൻസാക്ഷൻ ഈസ് നോട്ട് കംപ്ലീറ്റഡ്. അതായത് ഫണ്ട് ഇൻസഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണോ പൈസ ഉള്ളത് അതിനുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻ അസറ്റ് കാർഡ്. ഇതിന് അസറ്റ് കാർഡ് എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് ഈസ് ബാങ്ക് കാർഡ് യൂസ്ഡ് ടു മേക്ക് പർച്ചേസ് വിത്ത് ദി ക്യാഷ് ഇൻ കാർഡ് ഹോൾഡർ ഡെപ്പോസിറ്റ്. കാർഡ് ഹോൾഡർ ഡെപ്പോസിറ്റ് ചെയ്ത അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഉള്ള എമൗണ്ട് അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാർഡിനെയാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്മാർട്ട് കാർഡ് ആണ്. ഡെബിറ്റ് കാർഡ് പോലെ തന്നെയാണ് സ്മാർട്ട് കാർഡ്. ഇപ്പോൾ സ്മാർട്ട് കാർഡ് പോലെ തന്നെയാണ് ഡെബിറ്റ് കാർഡിലും ഉണ്ടാവുക. നമുക്ക് ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എ സ്മാർട്ട് കാർഡ് ഈസ് എനി പോക്കറ്റ് സൈസ് കാർഡ് വിത്ത് ആൻ എംബഡഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. അതായത് സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോക്കറ്റ് സൈസ് ആയിട്ടുള്ള ചെറിയ കാർഡ്. ഡെബിറ്റ് കാർഡും ഈ ക്രെഡിറ്റ് കാർഡൊക്കെ പറഞ്ഞ പോലെ തന്നെ അതിലൊരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഒരു സിം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് എ സ്മാർട്ട് കാർഡ് കണ്ടെയ്ൻ വോളറ്റൈൽ മെമ്മറി ആൻഡ് മൈക്രോ പ്രോസസർ കോമ്പണന്റ്. സിം മീൻസ് ഇവിടെ മെമ്മറി. ഓക്കെ, അതൊരു എന്തുണ്ടായിരിക്കും, ഒരു മെമ്മറി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ അതൊരു യൂണിക് ആയിട്ട് ഓരോ ഇൻഡിവിജ്വലിന് ഓരോ ഇതിലായിരിക്കും അത് ഉണ്ടായിരിക്കും. മെമ്മറി ഓരോരുത്തർക്കും വ്യത്യസ്ത, അതായത് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു മെമ്മറി ഉണ്ടാവും. ദ കാർഡ് ഈസ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്, ജനറലി പോളിവിനിയൽ ക്ലോറൈഡ്. അതായത് പ്ലാസ്റ്റിക് കാർഡ് ആയിട്ടാണ് സ്മാർട്ട് കാർഡ് ഉണ്ടാവുക.
പിൻ നമ്പർ മസ്റ്റ് ബി യൂസ്ഡ് ടു ആക്സസ് ഇൻഫർമേഷൻ. നമുക്ക് പിൻ നമ്പർ ഉണ്ടാവും, അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യുന്നത്. ഇഫ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് ഇല്ലീഗൽ, ഫസ്റ്റ് നമുക്ക് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കാർഡ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ബിക്കം ഡിആക്റ്റീവ് ആവും സ്മാർട്ട് കാർഡ് എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് വൈഡ് അപ്ലിക്കേഷൻ സച്ച് ആസ് ഹെൽത്ത് കെയർ, ബാങ്കിങ്, എന്റർടൈൻമെന്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്കറിയാം സ്മാർട്ട് കാർഡ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്താ പറയുക, ഹെൽത്ത് കെയർ ആയാലും ബാങ്കിങ് ആയാലും എന്റർടൈൻമെന്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്താ പറയുക, ഇപ്പൊ നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ചിപ്പ് ഉണ്ടാവും അതുമേലെ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ വലിയ ഷോപ്പിംഗ് മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാർഡ് അവർ പ്രൊവൈഡ് ചെയ്യും. ഈ കാർഡ് വെച്ചിട്ട് എന്താണ് അവിടെയുള്ള യൂസ് ചെയ്യാം കാര്യങ്ങളൊക്കെ എന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ തരുന്ന കാർഡാണ് ചിപ്പ്. അതിൽ എന്താണ് മെമ്മറി ഉണ്ടായിരിക്കും, വോളാറ്റിൽ മെമ്മറി ഉണ്ടായിരിക്കും ആ ഒരു കാർഡിൽ. ഓക്കെ, അങ്ങനത്തെ കാർഡിനാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയാം. സ്മാർട്ട് കാർഡ് ഈസ് എ പ്ലാസ്റ്റിക് കാർഡ് ദാറ്റ് കണ്ടെയ്ൻസ് ആൻ എംബഡഡ് ഇന്റഗ്രേറ്റഡ് ചിപ്പ് ദാറ്റ് ആക്ട് ആസ് എ സെക്യൂരിറ്റി. ഒരു സെക്യൂരിറ്റി ടോക്കൺ ആയിട്ടാണ് ആ ചിപ്പ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക് കാർഡിനെയാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. അടുത്ത് ഇ ചെക്ക് ആണ്. ഇ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e-check is the electronic version or representation of a paper check. The account holder write an e-check using a computer or other type of electronic devices and transmit the e-check to the payee electronically. അത് ഈ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കിന്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്, പക്ഷെ ഇലക്ട്രോണിക്കലി ആണെന്നുള്ളൂ. ഇവിടെ നമ്മൾ അക്കൗണ്ട് ഹോൾഡർ എന്ത് ചെയ്യും, ഈ ചെക്ക് റൈറ്റ് ചെയ്യുകയും അദ്ദേഹം ആർക്കാണോ കൊടുക്കേണ്ടത് പേയ്ക്ക് കൊടുക്കുന്നു. ഈ ചെക്ക് ഇലക്ട്രോണിക്കലി എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സിമിലർ ടു പേപ്പർ ചെക്ക്, ഈ ചെക്ക് ആർ സൈൻഡ് ബൈ ദി പേയർ ആൻഡ് എൻഡോഴ്സ്ഡ് ബൈ ദി പേയ് rather than the handwritten or machine stamped signatures. However, e-check are fixed with digital signatures using a combination of smart card and a digital certificate. അതായത് ഇവിടെ ഈ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നോർമലി ചെക്ക് പോലെ തന്നെയാണ്, ഇവിടെ ഇലക്ട്രോണിക്കലി ആണ്. അവിടെ നമ്മൾ ഈ നോർമൽ ചെക്കിൽ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സൈൻ എന്താണ്, ഡിജിറ്റൽ സൈൻ ആണ്. നമ്മൾ ഡിജിറ്റൽ സൈൻ ഉണ്ടാവും, അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. മറ്റേത് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള സൈൻ ആയിരിക്കും. ഇവിടെ ഒരു ഇലക്ട്രോണിക്കലി ആയതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സൈൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ഈ ചെക്ക് ആയിട്ട് ഇലക്ട്രോണിക്കലി ആ ചെക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതാണ് ഈ ചെക്ക് എന്നുള്ള മീനിങ് പറയുന്നത്. ഇനി ഈ വാളറ്റ് ആണ് നമ്മൾ എന്താണ് നമ്മൾ കയ്യിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാളറ്റ് ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഈ വാളറ്റ് പറഞ്ഞാൽ ഡിജിറ്റൽ വാളറ്റ്, ഓൾസോ നോൺ ആസ് ഈ വാളറ്റ്. ഡിജിറ്റൽ വാളറ്റ് എന്ന് പറയുന്നത് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്, ഓൺലൈൻ സർവീസസ് ഓർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം. ഈ വാളറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണ്, ഒരു ഓൺലൈൻ സർവീസസ് ആണ് അത്. ദാറ്റ് അലൗസ് വൺ പാർട്ടി ടു മേക്ക് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ വിത്ത് അനദർ പാർട്ടി. ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുമായിട്ട് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വാളറ്റ് യൂസ് ചെയ്യുന്നത്. ബാർട്ടറിങ് ഡിജിറ്റൽ കറൻസി യൂണിറ്റ് ഫോർ ദി ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിജിറ്റൽ കറൻസി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന പേയ്മെന്റ് ആണ് ഈ വാളറ്റ്. ഇവിടെ ഈ വാളറ്റ് പറഞ്ഞാൽ നോർമലി വാളറ്റിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. ഇതിൽ നമ്മൾ വാളറ്റിൽ വെക്കുന്ന എല്ലാ തരത്തിലുള്ള ചെറിയ പ്രൂഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ വാളറ്റിൽ സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഇലക്ട്രോണിക് ഡിജിറ്റൽ കറൻസിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ വാളറ്റ് എന്ന് പറയുന്നത്.